ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അതായത് നമ്മൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്നറിയോ? ഒരു പച്ച വെള്ളം ഞാൻ ഇവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പച്ചവെള്ളം എന്ന് കേട്ടിട്ട് നമ്മൾ എടുക്കുന്ന വെള്ളം വെള്ള നിറത്തിലുള്ള വെള്ളമല്ലേ, പക്ഷേ ഞാനിവിടെ പച്ച വെള്ളം തന്നെയാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? യെസ്, നമ്മുടെ ഹെയറിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി പച്ച നിറത്തിലുള്ള വെള്ളമാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ ഹെയറിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താണ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്താണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ? എങ്കിൽ നിങ്ങൾ അത് വേഗം പോയി കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള താളിമരം ഗൈസ്. ഇതാണ് ഏച്ചിൽ താളി എന്ന് പറയുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി താളിയാണ് ഗൈസ്. നമ്മൾ സ്വന്തമായിട്ട് താളിമരം വരെയുള്ള ടീംസാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? പ്രസവമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകളും ഉപയോഗിക്കുക ഇതാണ് കേട്ടോ. പ്രസവ രക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു താളി കൂടിയാണിത്. പിന്നെ അത് മാത്രമല്ല, നോർമലായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇത് അടിപൊളിയായിട്ട് മുടി വളരും എന്ന് മാത്രമല്ല, തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ പാറൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് നേരം അടിച്ച് മാറ്റി ഗൈസ്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് എന്താ പറയുക, ഇതൊന്ന് അരച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത്, ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത്. അത് നമ്മുടെ ഇന്നത്തെ കഞ്ഞിവെള്ളം അല്ല കേട്ടോ. ഇന്നലത്തെ കഞ്ഞിവെള്ളം ഞാൻ കുറച്ച് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇതാണ് എടുക്കുന്നത്. ഇത് രണ്ടും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടിക്കുകയായിരുന്നു കേട്ടോ ചെയ്യുക. ഉരലിൽ ഇട്ടിട്ട് നമ്മൾ ഇടിച്ചിട്ട് ആക്കിയാണ് ചെയ്യുക. അത് പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ. എന്നിട്ടൊരു കലത്തിൻ്റെ അകത്ത് ഇട്ട് വെക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വായഭാഗം ഒരു തുണി വെച്ചിട്ട് കെട്ടി വെക്കുന്നു. ഒരു സ്പൂണ് വെച്ചിട്ട് അതിൻ്റെ എന്താ പറയുക, നീര് മാത്രം, താളി മാത്രം ഇങ്ങനെ കോരി എടുക്കുകയായിരുന്നു ചെയ്യുക. കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ ചീത്തയായി പോകും. അപ്പോൾ അത് കാരണം സ്പൂണ് വെച്ചിങ്ങനെ കുറച്ച് എടുത്തിട്ട് തലയിൽ തേക്കുക ചെയ്യുക. നല്ല തണുപ്പുണ്ടാകും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് എടുക്കുകയാണ്. എന്നിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പച്ച നിറത്തിലുള്ള വെള്ളം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ആയിട്ട് നമ്മുടെ ഹെയറിൽ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങളെ പറ്റി പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതേപോലെ തന്നെ ഈ ഏച്ചിലിനും ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ. ഇത് നാച്ചുറലായിട്ടുള്ളൊരു ഷാമ്പൂവും കൂടിയാണ് കേട്ടോ. അതായത് മുടി നന്നായിട്ട് തന്നെ വൃത്തിയാക്കുന്നതും കൂടിയാണ്. അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിനിപ്പോൾ ഹെയറിലിടാൻ വേണ്ടിയിട്ട് പോവുകയാണേ. നോർമൽ എങ്ങനെയാണ് താളി തേക്കാമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനോട് ഇങ്ങനെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഹെയർ ഓയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ തലയിൽ എന്ത് സാധനം ഇടുകയാണെങ്കിലും ആദ്യം തന്നെ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇടാറുള്ളത്. അപ്പോൾ നമുക്കിത് പച്ച നിറത്തുള്ള ഈ പച്ചവെള്ളം നമുക്ക് തലയിലേക്ക് ഇടുന്നതിന് മുൻപ് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കാൽപ്പിലും മുടിയിൽ അങ്ങ് തുഞ്ചത്ത് വരെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഈ ഒരു പച്ച നിറത്തിലുള്ള നമ്മുടെ ഏച്ചിൽ താളി നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഹെയർ ഓയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സ്കാൽപ്പിലേക്ക് ഈ പച്ച നിറത്തിലുള്ള നമ്മുടെ ഏച്ചിൽ താളി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുടി വളരാൻ വേണ്ടിയിട്ടും നമ്മുടെ തലയ്ക്ക്, നമ്മുടെ സ്കാൽപ്പിനൊക്കെ നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. മുടി നല്ലപോലെ വൃത്തിയാകാൻ വേണ്ടിയിട്ട്, അതായത് നാച്ചുറൽ ഷാമ്പു പോലെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളില്ലേ നമ്മുടെ വീട്ടിലൊക്കെ വരാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ അധിക വീടുകളിലും ഏച്ചിൽ താളി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് പറിച്ചിട്ട് തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തേക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ നീരിറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ആളുകളാണെങ്കിലേ
തലയിൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് നല്ല തണുപ്പാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. തലയ്ക്ക് നല്ല തണുപ്പ് വരുന്ന സമയത്ത് ചിലപ്പോൾ തലവേദന അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെങ്കിലോ, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അല്ലാത്ത ആളുകൾ ഇത് തലയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഹെയറിൽ, സ്കാൽപ്പിൽ, നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് നല്ല രീതിക്ക് ഒരു മസാജും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ തലയിലുള്ള അഴുക്ക് പോകാൻ വേണ്ടിയിട്ടും ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിക്ക് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കണ്ടോ, ഞാനിപ്പോൾ നന്നായിട്ട് എൻ്റെ മുടിയിൽ നന്നായിട്ടൊന്ന് കുളിപ്പിച്ച് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. മുടീനെ അങ്ങ് തുഞ്ചത്ത് വരെ ഞാൻ ഈ ഒരു താളി ആക്കുന്നുണ്ട്. നമ്മൾ കുളിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, നേരെ ബാത്റൂമിൽ പോയിട്ട് ജസ്റ്റ് മുടി ഒന്ന് നനച്ചതിന് ശേഷമാണ് നമ്മൾ താളി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിനോണ്ടാണ് മുടിയിൽ വെളിച്ചെണ്ണ തേച്ചിട്ട് ഡയറക്റ്റ്ലി താളി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഹെയറിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മുടി മേലെ കെട്ടി വെക്കുക കേട്ടോ. അതെന്തിനാ വെച്ചാൽ മുടിയിലൊന്ന് നന്നായിട്ട് അതൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം വെച്ചതിന് ശേഷം തല പോയി കഴുകാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഏച്ചിൽ താളി കിട്ടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീക്ക്ലി 1 ടൈമെങ്കിലും ഇത് ഉപയോഗിക്കുക കേട്ടോ. ഹെയർ ഗ്രോത്തിനൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ഞങ്ങളുടെ നാട്ടിലേക്ക് ഏച്ചിൽ എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുക എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഈ സാധനം കാണുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് അടിപൊളിയായിട്ട് നമ്മുടെ ഹെയറിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. തണുപ്പുള്ളത് കാരണം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഹെയറൊക്കെ കണ്ടോ, ഭയങ്കരമായിട്ട് ഈ ഒരു സ്കാൽപ്പിൻ്റെ ഈ ഒരു ഏരിയയിൽ, ഹെഡിൻ്റെ ഈ ഒരു പോർഷനിൽ, റൂട്ടിലൊക്കെ നന്നായിട്ട് തന്നെ ഓയിൽ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടേക്ക് കണ്ടോ, ഇവിടെ അത്ര ഓയിലായിട്ട് ഇരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഹെയറൊക്കെ ഒന്നുകൂടി വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോർമൽ ആവുന്നതാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഏജിൽ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ മിക്സിയിലിട്ട് അടിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ കഞ്ഞിവെള്ളം എടുക്കാതെ നോർമൽ പച്ചവെള്ളമില്ലേ, അതിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പറിച്ച് കൊണ്ടുപോയിട്ട് ഉരലിലിട്ടിട്ട് ഇടിച്ചിട്ട് സെറ്റാക്കിയിട്ട് ഒരു മൺകലത്തിൽ ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ട് വായ ഭാഗം അങ്ങനെ മൂടി കെട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടൊക്കെ യൂസ് ചെയ്യട്ടോ. നല്ല തണുപ്പാണ് കേട്ടോ നമ്മുടെ തലയിലിടുന്ന സമയത്തെ, നല്ല തണുപ്പാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീരിറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഒരുപാട് നേരം തലയിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. വീക്ക്ലി 1 ടൈമെങ്കിലും അത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പുതിയ ഹെയർ ഉണ്ടാവാനൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പച്ച നിറത്തിലുള്ള വെള്ളം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.